ഹായ്. അപ്പോൾ കുറെ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബർ ആവുക എന്നുള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതൊരു ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. എനിക്കത് ഒരു യൂട്യൂബർ ആവാൻ കുറെ ആഗ്രഹമുണ്ട്. കുറെ കാലമായി ശ്രമിക്കുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കാര്യം സാധിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ വീണ്ടും അതിനൊരു അറ്റംപ്റ്റ് നടത്തുകയാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പേര് പറയാൻ മറന്നു. എന്റെ പേര് നിമിഷ. എന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ചാനലിന്റെ പേര് KL13 to London. അപ്പം ആ പേര് പോലെ തന്നെ നാട്ടില് കണ്ണൂരാണ് എന്റെ സ്വദേശം. ഇപ്പം ഇവിടെ UK-ലാണുള്ളത്. UK-ൽ ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ വർക്ക് ചെയ്യുന്നു, ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പൊ എന്റെ ഈ ചാനലിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എന്റർടൈനിങ്ങും കുറച്ച് ഇൻഫർമേറ്റീവും ഫൺ വീഡിയോസും എന്റെ ഇവിടെയുള്ള ലൈഫും പറ്റുന്നത്ര മാക്സിമം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പം ഇന്ന് ഞാൻ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു നേഴ്സാണ്. ഇപ്പൊ നാട്ടിൽ തന്നെ ഒത്തിരി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ എന്നോട്, എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ അറിയുന്നവർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് UK-ൽ വന്നത്, IELTS എഴുതി കിട്ടിയോ, OET എഴുതി കിട്ടിയോ, ഇതൊക്കെ കഷ്ടമാണോ, നാട്ടിലിപ്പോ ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹോൾ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ വന്ന പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എല്ലാരും വന്ന പ്രോസസ്സ് നാട്ടിൽ നിന്ന് IELTS എഴുതി, അല്ലെങ്കിൽ OET, ഇപ്പൊ OET ഉണ്ട്. ഞാൻ വന്ന സമയത്ത് OET ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 5 years ബാക്കാണ് ഞാൻ UK-ലേക്ക് വന്നത്. ആ സമയത്ത് OET ഉണ്ടായിരുന്നില്ല, IELTS ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുന്നത്. അപ്പം നാട്ടിൽ നിന്ന് IELTS എഴുതി വരുന്നവരുണ്ട്. പക്ഷെ എന്റെ പ്രോസസ്സ് ഒരു ഇച്ചിരി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാന്ന് വെച്ചത്. കാരണം ഈ ഒരു പ്രോസസ്സിനെ പറ്റി കൂടുതൽ അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവോ, ഒത്തിരി പൈസ വേണോ, ഇതൊക്കെ അറിയാത്തവരുണ്ട് നാട്ടിൽ. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ശരി, ഞാൻ എങ്ങനെയാ വന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാരെയും പോലെ നഴ്സിംഗ് കഴിഞ്ഞു, 1 year വർക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് UK-ൽ 1 year വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴ് വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമല്ല. UK-ലേക്ക് നമ്മൾ നാട്ടിൽ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവിടെ UK രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മളോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ആവശ്യമായിരുന്നു. സോ എൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ നഴ്സിംഗ് കഴിഞ്ഞപ്പം നമ്മുടെ ഫാമിലി സിറ്റുവേഷനും ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ ആലോചിച്ചപ്പം എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് ഒത്തിരി പൈസ ഉണ്ടാക്കണം. എനിക്കറിയാം നഴ്സിംഗ് പഠിക്കുന്ന നാട്ടിലുള്ള അധികം ആൾക്കാരും, ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാരുടെ, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ മനസ്സിലുള്ളൊരു ചിന്ത അത് തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രിയിൽ, UK അല്ലെങ്കിൽ UK ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, എല്ലാ സ്ഥലത്തും നഴ്സസിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ UK-ൽ തന്നെ ഒത്തിരി നഴ്സിംഗ് ഷോർട്ടേജസ് ഉണ്ട്. അപ്പം അവർ തന്നെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ അതിനുള്ള ഒരു പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം UK രജിസ്ട്രേഷൻ ചെയ്യുക, IELTS കിട്ടുക, അത് അല്ലെങ്കിൽ OET കിട്ടുക, അത് പെട്ടെന്ന് ഈസി ആയ ഒരു കാര്യമില്ല. അപ്പം ഞാനും 1 year വർക്ക് ചെയ്തു. 1 year വർക്ക് ചെയ്ത് കറക്റ്റ് 1 year ആയപ്പോൾ തന്നെ റിസൈൻ ചെയ്തു. ഓക്കെ, എനിക്കിനി പുറത്തു പോകണം. അത് മാത്രമായി എന്റെ ചിന്ത. നാട്ടിൽ വന്നു. ഒരു ഫോർമൽ IELTS ട്രെയിനിങ് എടുക്കാനുള്ള ഒരു സാഹചര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചില ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കൊരു ഫോർമൽ IELTS ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ പ്രോബബ്ലി എന്റെ എഡ്യൂക്കേഷൻ, ലൈക്ക് എന്റെ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്റെ മനസ്സിൽ, എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ അറിയാം, അപ്പം ഇത് വെച്ച് IELTS എഴുതാം എന്നതായിരുന്നു. എഴുതി 2 പ്രാവശ്യം നാട്ടിൽ നിന്ന് IELTS എഴുതി. എനിക്ക് സ്പീക്കിംഗ് 6.5. ഇപ്പൊ IELTS ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുതിയ സമയത്ത് UK-ലേക്കുള്ള ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോഡ്യൂൾസിനും ഇൻഡിവിജ്വൽ 7 കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് ഇൻഡിവിജ്വൽ 7, ബാക്കി എല്ലാത്തിനും കിട്ടി. സ്പീക്കിംഗ് 6.5 ആയി. 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. കാരണം എന്റെ ഉള്ളിലുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. ഇത് വെച്ചിട്ട് എനിക്കിത് കിട്ടുന്നുമില്ല. അപ്പൊ ഇനി എനിക്ക് എഴുതിയാൽ കിട്ടില്ല. എനിക്കറിയാം നാട്ടിൽ ഒത്തിരി ട്രൈ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും. 1 or 2 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഇതെനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അന്ന് എന്റെ ചിന്തയും ഇത് തന്നെ ആയിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ചിന്തിച്ചപ്പം അല്ല, കുഴപ്പമില്ല, കുറച്ച് തവണയും കൂടി എഴുതിയാൽ എന്തായിരുന്നു പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കൂടെ ടൈം എടുത്ത് നമ്മളൊരു ട്രെയിനിങ് എടുത്താൽ ചിലപ്പോൾ നല്ല 100% പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. പക്ഷെ അന്ന് എനിക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു വഴി ചിന്തിക്കുമ്പം, അതിന്റെ ഒരു അതർ സൈഡ് ചിന്തിക്കുമ്പം, ഞാൻ അന്ന് എടുത്ത ഡിസിഷനും റൈറ്റ് ആയിരുന്നു. കാരണം അത് ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ റൈറ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ അന്ന് ഞാൻ 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. എനിക്കിനി ട്രൈ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇനി എനിക്ക് പറ്റില്ല, ഞാൻ ഇനി പഠിക്കുന്നില്ല, എനിക്ക് IELTS പഠിച്ചെഴുതി വരാൻ പറ്റൂല.
ഭയങ്കര സങ്കടത്തോടെ ഇരുന്നു, ഇത് ഇനി എന്ത് ചെയ്യും. അപ്പോഴാണ് യു കെയിലേക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ വന്നാലോ, എന്നിട്ട് ഇവിടുന്ന് പഠിച്ചിട്ട് ഇവിടെ തന്നെ ഒരു നേഴ്സ് ആയാലോ, അതായി എന്റെ ചിന്ത. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഞാൻ കളക്ട് ചെയ്തു. ആ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഏത് വഴിയൊക്കെ വരാൻ പറ്റുന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വന്നിട്ട് ഇവിടെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ യു കെയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. അപ്പം എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അത്ര നല്ലൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം എന്റെ മനസ്സിൽ യു കെയിലൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ പുറം രാജ്യത്ത് പഠിക്കാൻ പോകണമെങ്കിൽ ഒത്തിരി പൈസ വേണം, ഞാൻ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കും, ഒരു 10-25 ലക്ഷം രൂപ വേണം ഫീസായിട്ട് അടയ്ക്കാൻ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും, അപ്പൊ അതും പറ്റില്ല എന്നാണ്. പക്ഷെ കൂടുതൽ അന്വേഷിച്ചറിഞ്ഞപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസിംഗ് സ്ട്രക്ചർ ഒക്കെ നോക്കിയപ്പം ഓൾ ടുഗെദർ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 9 lakhs ആയിരുന്നു അവരുടെ ഫീസ്. 9 lakhs അതിൽ തന്നെ നമ്മളൊരു 3 lakhs അടച്ചിട്ട് നമുക്ക് വരാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, 3 lakhs എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് യു കെയിലേക്ക് പഠിക്കാൻ വരാം, അതായി എന്റെ ചിന്ത. അപ്പം ഞാൻ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് യു കെയിലേക്ക് വരാനുള്ള IELTS പഠനമൊക്കെ അവിടെ നിർത്തി. പിന്നെ ഇതിന്റെ പുറകെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വേഗം പ്രോസസ് ചെയ്യാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്ത് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു. അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് ആ ഒരു രജിസ്ട്രേഷൻ അല്ല, IELTS അന്നേരം ആവശ്യം ഉണ്ടായിരുന്നില്ല യു കെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ. അന്ന് അവര് ഒന്നുകിൽ നമുക്ക് IELTS വേണമെങ്കിൽ, അതായത് 7 ഇൻഡിവിജ്വൽ മൊഡ്യൂളിനൊന്നും വേണ്ട, ഒരു 6 or 6.5 അങ്ങാണ്ടായിരുന്നു അവരുടെ റിക്വയർമെന്റ്. അല്ലെങ്കിൽ നമുക്ക് +2 ഇംഗ്ലീഷിന് 65% മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വരാമായിരുന്നു, അതായിരുന്നു റിക്വയർമെന്റ്. സോ എനിക്ക് IELTS ഓൾറെഡി എഴുതിയതുണ്ട്, അവരുടെ റിക്വയർമെന്റ് ഉള്ള സ്കോറും ഉണ്ട്, ഇല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് സ്കോറും മതിയായിരുന്നു. അപ്പം ഒരു 2017 ഞാൻ പഠിക്കാൻ വന്നത്. ഞാൻ അന്നേരം നഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേഴ്സായിട്ടല്ല വന്നത്. 2017 ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് MSc നഴ്സിംഗ് പഠിക്കാനാണ് യു കെയിലേക്ക് വന്നത്. അത്യാവശ്യം നല്ല വളരെ ഫേമസ് ആയ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് യു കെയിൽ ഞാൻ പഠിക്കാൻ വന്നത്. അപ്പൊ എന്റെ പഠനം ഞാൻ വിചാരിച്ചതുപോലെ ഒരു വലിയൊരു എക്സ്പെൻസ് ഒന്നും എന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടില്ല. 3 ലക്ഷം രൂപ അടച്ചിട്ടാണ് ഞാൻ യു കെയിലേക്ക് വന്നത്. 3 ലക്ഷം രൂപ. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ വിസ ഫീസും ഹെൽത്ത് സർചാർജ് ഒക്കെ വരും. എന്നാലും ഞാൻ വിചാരിച്ചതുപോലെ 25 ലക്ഷം രൂപ ആദ്യമേ എടുത്തു കൊടുത്ത് യു കെയിലേക്ക് വരണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയും പൈസയൊന്നും വേണ്ട. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ നാട്ടിൽ ഇപ്പൊ IELTS OET കിട്ടാതെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, എന്ന് വെച്ച് 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇത് കിട്ടുന്നില്ല, നാളെ തന്നെ ഞാൻ ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് വരണം എന്ന് ഞാൻ എൻകറേജ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കിട്ടുന്നില്ല, നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വേറെയും ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ അതൊരു തെറ്റല്ല എന്നുള്ളത്, എന്തുകൊണ്ടാണ് അതൊരു തെറ്റല്ലാതിരിക്കുക എന്നുള്ളതും കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ട് ഈ റൂട്ട് എനിക്ക് ബെനിഫിഷ്യൽ ആയി അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയി. സോ ഞാൻ യു കെയിൽ വന്നു, എന്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും എന്റെ പ്ലാൻ ഇത് തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പം ഇവിടെയും എങ്ങനെയെങ്കിലും നിന്ന് കുറച്ച് കഴിയുമ്പം ഇവിടുന്ന് IELTS OET എഴുതിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇവിടെ നേഴ്സായിട്ട് കയറാന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ഇതും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. യു കെയിൽ വന്നതിന് ശേഷം യു കെയിൽ നിന്ന് IELTS OET എഴുതാൻ പറ്റുമോ, ഇവിടെ സെന്റേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഇവിടുന്ന് IELTS OET നമുക്ക് എഴുതാം, നാട്ടിൽ എഴുതുന്നത് പോലെ തന്നെ എഴുതാം. അക്കാഡമിക്കോ, ഇപ്പം നഴ്സിംഗ് രജിസ്ട്രേഷൻ അക്കാഡമിക് ആണല്ലോ വേണ്ടത്, അപ്പം അതും ഇവിടുന്ന് എഴുതാം. അക്കാഡമിക്കും ജനറലും എല്ലാം ഇവിടുന്ന് എഴുതാൻ പറ്റും. അപ്പൊ അക്കാഡമിക് ആണ് ഞാൻ ഇവിടുന്ന് എഴുതി വന്ന് ഒരു 2 months കഴിഞ്ഞപ്പം ചിലപ്പോൾ എന്റെ മനസ്സിലുള്ള പ്രഷർ ഒന്ന് കുറഞ്ഞത് കൊണ്ടായിരിക്കാം 2 months കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു 2 or 3 months കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ IELTS ഉണ്ടാവുക. നാട്ടിലെ പോലെ തന്നെയായിരുന്നു. കാരണം നാട്ടിൽ എനിക്ക് ഒരു പേടിയായിരുന്നു. എപ്പോഴും എക്സാമിന് ചെല്ലും ആ വലിയൊരു ഹാളും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും എക്സാമിനേഴ്സിനെയും ഒക്കെ കാണുമ്പോൾ ഒരു പേടി. കാരണം പലപ്പോഴും എന്റെ ബെസ്റ്റോ അല്ലെങ്കിൽ എന്റെ മാക്സിമമോ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴും ആദ്യത്തെ പ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഓക്കെ ഞാൻ എഴുതാൻ പോവാന്ന് വെച്ചാൽ ഒന്ന് നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, എങ്ങനെയാണ് ഇവിടുത്തെ എക്സാം ഹാള്, നാട്ടിലെ പോലെ തന്നെ ഒരു വലിയ ഹാള്, പേടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം വെറുതെ ഒരു ഡേറ്റ് എടുത്തിട്ട് എക്സാം എഴുതാൻ പോയി. പിന്നെ എക്സാം ഫീ ആണെങ്കിൽ സെയിം ആണ്. ഇന്ത്യയിൽ എത്രയാണോ എക്സാം ഫീ അത് തന്നെയാണ് യു കെയിലെ എക്സാം ഫീ. പക്ഷെ INR കൊടുക്കുന്നത് നമ്മളിവിടെ പൗണ്ടിൽ കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ ലീഡ്സ് എന്നുള്ള സ്ഥലത്താണ് എന്റെ IELTS എഴുതാൻ പോയത്. ഒരു പ്ലാനും ഇല്ലാതെ വെറുതെ പോയി എഴുതി. എനിക്ക് സെയിം ഡേ തന്നെയായിരുന്നു 4 മോഡ്യൂൾസും സ്പീക്കിംഗ് ഒക്കെ സെയിം ഡേ ആയിരുന്നു. രാവിലെ റൈറ്റിങ്ങും ലിസ്ണിങ്ങും റീഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം സ്പീക്കിംഗ് അതായിരുന്നു. അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞു.
പ്രത്യേകിച്ച് അതിനെപ്പറ്റി എനിക്കത് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു, വെറുതെ പോകാമെന്ന്. പക്ഷെ ഞാൻ എഴുതാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലപ്പോൾ വേറെ സെന്റേഴ്സിനെ പറ്റി എനിക്കറിയില്ല UK-ൽ, പക്ഷെ ഞാൻ എഴുതിയ ലീഡ്സിലെ സെന്റർ ഒരു നല്ല സെന്റർ ആയിരുന്നു. ഒരു ചെറിയ ഹാള്, പ്രത്യേകിച്ച് പേടിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല, വളരെ ചെറിയൊരു എക്സാം ഹാൾ. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ ക്ലാസ് റൂം പോലുള്ളൊരു റൂം, കുറച്ച് ആൾക്കാര്, എക്സാമിനേഴ്സ് ആണെങ്കിലും എനിക്ക് അത്ര ഒരു പേടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞു 13 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ 13 ദിവസം കഴിഞ്ഞു, എന്റെ റിസൾട്ട് വന്നില്ല. പകരം എനിക്കൊരു മെയിൽ വന്നു, റിസൾട്ട് എന്തോ കാരണം കൊണ്ട് ഡിലേ ആകും, റിസൾട്ട് വരുമ്പം അവര് നമ്മളെ അറിയിക്കും മെയിൽ. അപ്പൊ എനിക്കൊരു ഓക്കെ 13 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ വരും എന്നുള്ളൊരു ഹോപ്പ് ഒന്നും ഇല്ലാതായി. ഇനി അത് വരുമ്പോൾ വരട്ടെ, എന്ത് തന്നെ ആയാലും അത് ഫേസ് ചെയ്യാം. പക്ഷെ എന്റെ മനസ്സിൽ അപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഹോളൊക്കെ അറിയാം, ഞാനൊന്ന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഇനി ഒരു തവണ ലീഡ്സിൽ തന്നെ പോയി എഴുതാമെന്ന്. ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വന്നു, റിസൾട്ട് വന്നു. എനിക്ക് എല്ലാത്തിനും 7 അതിന്റെ മേലോട്ടും കിട്ടി. അപ്പോ ഞാൻ സ്റ്റുഡന്റ് ആയിട്ടൊരു എന്റെ സ്റ്റുഡന്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ. എന്റെ കോഴ്സ് എന്ന് പറയുന്നത് 18 months കോഴ്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, UK-ൽ വന്നിട്ട് ഓക്കെ എനിക്കിപ്പോ IELTS കിട്ടി, ഇപ്പൊ തന്നെ ഞാൻ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നേഴ്സായി പോകാം, അത് പക്ഷെ പറ്റില്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ വന്നല്ലോ, നമ്മൾ ഫീസ് അടച്ചിട്ട് വന്നതാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഏതായാലും പഠിക്കാൻ വന്ന ഒരു MSc എന്തായാലും ഉള്ളത് നല്ലത് തന്നെയാണോ. നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത് അത്രത്തോളം നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ എൻഹാൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്ക് ഇത് കിട്ടിയെങ്കിലും IELTS-ന് വാലിഡിറ്റി ഉണ്ട് 2 years. ഞാൻ എന്റെ മാസ്റ്റേഴ്സ് തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ വെയിറ്റ് ചെയ്യാം. കാരണം UK-ൽ നിന്ന് തന്നെ ഒരു സ്റ്റുഡന്റ് വിസ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് UK-ൽ ടയർ 4 വിസയാണ്. അപ്പൊ ഈ ടയർ 4 വിസയിൽ നിന്ന് നമ്മൾ വർക്ക് വിസ എന്ന് പറയുന്നത് ടയർ 2 വിസയാണ്. ടയർ 4 വിസയിൽ നിന്ന് ടയർ 2 വിസയിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വന്ന ടയർ 4, അതായത് നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നതിന്റെ എയിം കംപ്ലീറ്റ് ചെയ്യണം. സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ടയർ 4 സ്റ്റുഡന്റ്, ഇപ്പം സീനിയർ കാഡർ വിസ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വിസയുണ്ട്. അതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് ടയർ 4 സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ടയർ 2 വർക്ക് വിസയിലേക്ക് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വിത്തിൻ UK-യിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് സ്വിച്ച് ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. അഥവാ എനിക്ക് അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ IELTS കിട്ടി എനിക്ക് പെട്ടെന്ന് വർക്ക് വിസയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നെങ്കിൽ ഞാൻ എന്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് നാട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഏതായാലും മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ഏതായാലും IELTS-ന് 2 years വാലിഡിറ്റി ഉണ്ടല്ലോ. 18 months ഞാൻ എന്റെ കോഴ്സ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. 18 months കഴിഞ്ഞപ്പം അപ്പോഴും എന്റെ IELTS വാലിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ UK-ൽ തന്നെ, ഇപ്പൊ ഞാൻ UK-ൽ ആയതുകൊണ്ട് എനിക്ക് പല ഹോസ്പിറ്റൽസിലും പോയി നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നാട്ടിലാകുമ്പോൾ നമ്മള് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് റിക്രൂട്ട് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റലാണോ അവിടെ ചൂസ് ചെയ്തിട്ട് അവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നത് കൊണ്ട് ഞാൻ പല ഹോസ്പിറ്റൽസിൽ പോയി നോക്കി, എനിക്ക് ഇഷ്ടാവുന്ന ഒരു ലൊക്കാലിറ്റി നോക്കി, ഓക്കെ മീൻസ് ഹോസ്പിറ്റൽ മാത്രമല്ല, ഞാൻ ജീവിക്കാൻ കുറച്ചുകൂടി നല്ല ഏരിയ, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഏതാണുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത്. അപ്പൊ കറന്റ്ലി ഞാൻ UK-ൽ മാഞ്ചസ്റ്ററിലാണ്. ഏത് ഹോസ്പിറ്റലാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്തു. പിന്നെ ഞാൻ ഈ IELTS എന്റെ കോഴ്സ് കഴിയുന്ന ആ ഒരു സമയം തന്നെ CBT ചെയ്തു. CBTക്ക് ഞാനൊരു ഫോർമൽ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്കറിയാം നാട്ടിൽ CBT ഫോർമൽ ഒഫീഷ്യലി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് അത്രയും CBT ഡിഫിക്കൽട്ട് ആയൊരു ടെസ്റ്റ് അല്ല, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പിന്നെ നഴ്സിംഗ് റിലേറ്റഡ് ടെസ്റ്റ് ആണ്. അപ്പം നമ്മള് ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ നമ്മളിപ്പം വീട്ടിലിരുന്നിട്ട് നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് അധികം സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാവുന്ന ഒരു ടെസ്റ്റാണ് CBT. അപ്പൊ ഞാൻ CBT എടുത്തു. CBT എടുത്തു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലുകാരുമായിട്ട് സംസാരിച്ചു. അവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു അങ്ങനെ പേടിക്കുന്ന ഒരു ഇന്റർവ്യൂ ഒന്നും, നഴ്സിംഗ് റിലേറ്റഡ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മുടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഹോസ്പിറ്റലിന് തരാൻ പറ്റും. അപ്പം ആ ഒരു സമയത്തും ഈ ഒരു സമയത്തും UK-ൽ നഴ്സസ് ഷോർട്ടേജ് ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ NHS-ലാണ് UK-ലുള്ള ഹോസ്പിറ്റൽസ്, അതായത് ഇവിടുത്തെ ഹോസ്പിറ്റൽസിനെ NHS എന്നാണ് പറയുന്നത്, നാഷണൽ ഹെൽത്ത് സർവീസ്. അത് UK-ൽ എല്ലായിടത്തും NHS ഹോസ്പിറ്റൽസ് ആണ്.
അപ്പൊ NHS ഹോസ്പിറ്റൽസ് ഇപ്പം റിക്രൂട്ട് ഇപ്പോഴും നല്ല അന്നേരവും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് ഷോർട്ടേജസ് ആയതുകൊണ്ട് ആ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ UK ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് റിക്രൂട്ട് ചെയ്യുമ്പം എല്ലാ എക്സ്പെൻസസും ഇവർ പേ ചെയ്യും. അപ്പം ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവര് ഫ്ലൈറ്റ് ചാർജസ് ഫോർ ദ ഫസ്റ്റ് 2 months അക്കോമഡേഷൻ, ഹെൽത്ത് സർചാർജ്, വിസ ചാർജ്, നമ്മുടെ IELTS പൈസ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും, CBTയുടെ പൈസ റീഇംബേഴ്സ് ചെയ്ത് കിട്ടും, പിന്നെ ഓസ്കിക്ക് അവര് ട്രെയിൻ ചെയ്യും, എന്നിട്ട് അതിന്റെ പൈസയും അവർ തന്നെയാണ് ചെയ്യുന്നത്. അറിയാലോ UK നഴ്സിംഗ് രജിസ്ട്രേഷന് വേണമെങ്കിൽ നമ്മൾ IELTS ഓർ OET വേണം, റിക്വയർഡ് സ്കോർ വേണം, പിന്നെ CBT, പിന്നെ ഓസ്കി. ഇത്രയും കഴിഞ്ഞാലാണ് നമ്മൾ NMC നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം UK വരികയാണെങ്കിൽ ഇതൊക്കെ ഹോസ്പിറ്റൽസ് തരും, ഫിനാൻഷ്യലി ഉള്ള എല്ലാ സപ്പോർട്ടും തരും, ബാക്കി ഓസ്കിക്കുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടും അവർ തരും. ഞാൻ UK ആയിരുന്നതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് ചാർജസും അതൊന്നും തരണ്ട. അപ്പൊ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെനിക്ക് IELTS പൈസയും CBTയുടെ പൈസയും റീഇംബേഴ്സ് ചെയ്യാൻ തയ്യാറായിരുന്നു, ലൈക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കുന്നത് പോലെ. പിന്നെ അക്കോമഡേഷൻ എനിക്ക് തരാൻ അവർ റെഡി ആയിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി UK ആയതുകൊണ്ടും ഞാനിവിടെ എനിക്ക് അക്കോമഡേഷൻ ഒക്കെ ഉള്ളത് കൊണ്ടും അത് ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. പിന്നെ മാഞ്ചസ്റ്ററിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എനിക്ക് എന്നും ട്രാവൽ ചെയ്ത് പോയി വരാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഓസ്കിയിൽ അപ്പൊ ആ സമയത്ത് നാട്ടിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ കൂടെയാണ് ഞാൻ എൻ്റെ ഓസ്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5 പേരെ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 4 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരും നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2 months ഓഫ് ഓസ്കി ട്രെയിനിങ് കിട്ടി. വളരെ നന്നായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തു. ഇപ്പം ഓസ്കി എനിക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വന്നു. കാരണം ഞാൻ പഠിക്കാൻ വന്ന സമയത്ത് ഒബ്വിയസ്ലി ആസ് സ്റ്റുഡൻസ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യും, അതുപോലെ ഞാനും വർക്ക് ചെയ്തു. എനിക്ക് ഞാനൊരു സപ്പോർട്ട് വർക്കറായിട്ട്, അതാണ് UK പെട്ടെന്ന് കിട്ടാനുള്ള ജോലി. പിന്നെ എനിക്കൊരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഡിഫിക്കൽട്ട് ജോബ് ആയിരുന്നില്ല. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരുന്നു. വേറൊരു ജോലിക്ക് ഞാൻ നോക്കിയില്ല. ഒരു സപ്പോർട്ട് വർക്കറായിട്ട് ആദ്യം NHS ജോലി ചെയ്തു, പിന്നെ ഞാനൊരു കെയർ ഹോമിലും ജോലി ചെയ്തു. അപ്പൊ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ വരുമ്പം എന്റെ യൂണിവേഴ്സിറ്റി ആക്ച്വലി ഞങ്ങളുടെ ഈ കോഴ്സ് MSc പ്രൊഫഷണൽ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ എടുത്തത്. ആ കോഴ്സ് എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് വളരെ കൂടുതലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അവർക്കറിയാം നമ്മുടെ അൾട്ടിമേറ്റ് എയിം നമുക്കിവിടെ NHS രജിസ്ട്രേഷൻ കഴിഞ്ഞ് ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ്, എന്റെ ഈ പ്രൊഫഷണൽ നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കോഴ്സ് മോഡ്യൂൾസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും കൂടെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് IELTS, അവർക്കറിയാം നമ്മുടെ IELTS എത്രയാണ് നമുക്ക് കിട്ടിയത്, നമുക്ക് എത്ര സ്കോർ വേണം ഇവിടെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എല്ലാ വീക്കിലും ഒരു ഡേ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വന്ന് ഞങ്ങളെ IELTS വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് NHS സപ്പോർട്ട് വർക്കർ എന്നുള്ള ഒരു ബാങ്ക് 3 പൊസിഷൻ തരും. അപ്പൊ നമുക്ക് കുറച്ചൊരു ഹോസ്പിറ്റലും NHS ഒക്കെ അറിയാനും പറ്റും. പിന്നീട് നമ്മൾ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് വർക്കർ നഴ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമുക്ക് അറിയാം ഹോസ്പിറ്റൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് നാട്ടിലുള്ള ഒരു കെയർ സിസ്റ്റവുമായിട്ട് ഡിഫറെന്റ് ആണ് UK ഉള്ള ഒരു കെയർ സിസ്റ്റം. കാരണം ഇവിടെ NHS ആണ് എല്ലാവർക്കും, നാട്ടിലെ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് NHS. അപ്പം ഇവിടെ എല്ലാം ഒരേ സെയിം ആയിട്ടാണ് എല്ലാ NHS ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ വന്നപ്പോൾ തന്നെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റി ഓൾറെഡി അത് ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് വാരിങ്ടൺ ഹോസ്പിറ്റലിൽ ഞാൻ വന്ന് യൂണിവേഴ്സിറ്റി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാരിങ്ടൺ ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് വർക്കർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. ഒരു ബാങ്ക് 3 പേര് 20 hours ആണ് അലൗഡ് വർക്ക് ആസ് സ്റ്റുഡൻറ്. സോ 20 hours 18 hours അവർ തരുമായിരുന്നു, അല്ലെങ്കിൽ 20 hours 18 hours ആണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. പിന്നെ അതിന്റെ കൂടെ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും തന്നു, വിച്ച് ഇസ് ഗ്രേറ്റ്. ലൈക്ക് നമ്മൾ ആദ്യമേ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോ എത്രത്തോളം യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് UK എന്നുള്ളത് ഞാൻ അത്ര ഷുവർ അല്ല. കാരണം ഞാൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി, ഞാൻ ചൂസ് ചെയ്ത കോഴ്സ്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഴ്സും ആയിരുന്നു. അപ്പം എന്റെ ഈ പ്രോസസ് ഒക്കെ ഈസിലി നടന്നു. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൂടെ എനിക്ക് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കയറി ഓസ്കി ട്രെയിനിങ് 2 months ഓസ്കി ട്രെയിനിങ് കിട്ടി. ഓസ്കി എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ലക്കിലി എന്ന് പറയണ, കാരണം അതിനുള്ളൊരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. പിന്നെ അത് അത്രയും വലിയ, ശരിയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഓസ്കി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്, അപ്പൊ നമുക്ക് അതിന്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്.
പക്ഷെ നമുക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഓസ്കി പാസ്സായി NMCയിൽ രജിസ്റ്റർ ചെയ്തു. ഓസ്കി ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഹോസ്പിറ്റൽസ് ബാൻഡ് 4 ആയിട്ടായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ബാൻഡ് 4ന്റെ പേ കിട്ടിയിരുന്നു. ഞാൻ ആ ഓസ്കി ട്രെയിനിങ് 2 മാസം ചെയ്ത സമയത്ത് ഇടയ്ക്ക് എനിക്ക് ഹോസ്പിറ്റൽ പ്ലേസ്മെന്റ്സും ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി എളുപ്പമാണ്. നാട്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ആദ്യം ഓസ്കി ട്രെയിനിങ്ങിലേക്കാണ് കയറുന്നത്. നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ഒരു പരിചയവും ഇല്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ 1-2 ദിവസം ഒരാഴ്ച പോയി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാൻഡ് 5 ആകും അല്ലെങ്കിൽ നേഴ്സ് ആകുമ്പോൾ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആകും. അപ്പം ഞാൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ബാൻഡ് 5 ആയിട്ട് ജോലിക്ക് കയറി. അപ്പൊ ഞാൻ ഇത് ഇത്രയും സ്റ്റോറി പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും എന്നാലോചിച്ച് വിഷമിച്ച് സമയം കളയും. അല്ലെങ്കിൽ എനിക്ക് സമയം കളയാനില്ല, എന്ത് റീസൺ ആയിക്കോട്ടെ, പെട്ടെന്ന് UK വന്നിട്ട് എനിക്ക് ജോലി ചെയ്യണം, എന്ത് ചെയ്യും എന്നൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആകും അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്. കാരണം ഒരു 3 ലക്ഷം രൂപ ചെലവാക്കിയാൽ, ഓൾദോ വിസ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊരു മാസീവ് എമൗണ്ട് ഒന്നും അല്ല. നമുക്ക് എനിക്കറിയാം നാട്ടിലെല്ലാവരും പൈസയുള്ളവർ, അല്ലെങ്കിൽ ഞാനും നാട്ടിൽ ഫിനാൻഷ്യലി വളരെ സൗണ്ടായ ഒരു ഫാമിലിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രോങ് ആയ ഒരുപാട് പൈസ എടുത്ത് ചെലവാക്കാനുള്ള ഒരു ഫാമിലിന്നൊന്നും അല്ല. പക്ഷെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഞാൻ 3 ലക്ഷം രൂപ അടച്ചിട്ടാണ് വന്നത്. ബാക്കി പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്റെ കോഴ്സ് 9 lakhs ആയിരുന്നു ഫീസ്. 2 ഇൻസ്റ്റാൾമെന്റ്, അതായത് ഒറ്റ അടിക്ക് നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഫുൾ പൈസ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണ്ട, നമ്മൾ കുറെ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് പൈസ അടയ്ക്കുന്നത്. അപ്പം നമ്മളിവിടെ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ച് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ട് നമ്മൾ വളരെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റൂല. അല്ലാതെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ എയിം എന്താണോ അതിനു വേണ്ടി വർക്ക് ചെയ്ത് കുറച്ച് പൈസയ്ക്ക് സേവ് ചെയ്താൽ ശരി നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. 18 monthsനുള്ളിൽ നമ്മുടെ ഫീസ് അടച്ച് തീർക്കാൻ പറ്റും. നമ്മൾ നാട്ടിൽ നിന്ന് പൈസ ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഒരു MSc അല്ലെങ്കിൽ MSc വേണോ, അതിന്റെ ആവശ്യമുണ്ടോ, എന്തിന് കുറെ ട്രൈ ചെയ്ത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ. പക്ഷേ എന്നെ MSc ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ NHSC കയറിയിട്ട് ഇപ്പൊ 5 years ആയി ഓൾ ടുഗെദർ ഇൻ UK-ലാണെങ്കിലും 2 years എന്റെ സ്റ്റുഡന്റ് പീരീഡ് ആയിരുന്നു. 3 years ആണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ 3 yearsൽ ഞാനൊരു 2.5 years വർക്ക് ചെയ്ത് അതിന്റെ ഇടയിൽ എനിക്ക് 1 year ഇപ്പൊ NHSൽ വന്നു കഴിഞ്ഞാൽ NHSന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. എല്ലാ പൈസയും അവർ പേ ചെയ്യും. നമ്മളിങ്ങോട്ട് വന്നതിന്റെ എക്സ്പെൻസ്, അത് കൂടാതെ തന്നെ മെറ്റേണിറ്റി ലീവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ NHSൽ 1 year മെറ്റേണിറ്റി ലീവ് ഒക്കെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ 2.5 വർഷം ആയി NHSൽ ജോലി ചെയ്തിട്ട് 1 year ഞാൻ മെറ്റേണിറ്റി ലീവും എടുത്തു. പക്ഷെ ഒരു 1.5 year ഞാൻ ഓൾ ടുഗെദർ വർക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ കറന്റ്ലി വർക്കിംഗ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ബാൻഡ് 5 നേഴ്സായിട്ട് ഒരു വാർഡിലല്ല വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ റിസർച്ചിലാണ്, ബാൻഡ് 6 റിസർച്ച് നേഴ്സാണ് ഞാൻ. അപ്പൊ എന്തുകൊണ്ട് ഈ MSc എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്, ഇപ്പൊ UK-ൽ വന്നിട്ട് UK-ൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെല്ലാം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കരിയർ പ്രോഗ്രഷൻ. നമ്മൾ കരിയർ ഓറിയന്റഡ് ആണല്ലോ, കുറെ അധികം എല്ലാവരും തന്നെ കരിയർ ഓറിയന്റഡ് ആണ്. അപ്പൊ നമുക്ക് ഒരു കരിയർ പ്രോഗ്രഷൻ എപ്പോഴും ബാൻഡ് 5-ൽ നിന്നപ്പോൾ ഇനി ഇതിന്റെ മേലേക്ക് ശരിയാണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ NHSലുണ്ട്. നമുക്ക് പ്രോഗ്രസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനും ലേണിംഗിനും ഒക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് NHS തന്നെ അവർ നമ്മളെ ട്രെയിൻ ചെയ്യും. അപ്പൊ ആ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനൊപ്പം ഈ റിസർച്ചിന് ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ഒരു 90% അല്ലെങ്കിൽ ഒരു മോർ ദൻ ഹാഫ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി കിട്ടാനുള്ള ഒരു കാരണം എനിക്ക് ഈ മാസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. മാസ്റ്റേഴ്സ് പഠിച്ചതിൽ ഞാൻ റിസർച്ചിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ഇന്റർവ്യൂ, റിസർച്ച് നേഴ്സിന് ഇന്റർവ്യൂ വന്നപ്പം എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റിയുള്ള നോളജ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ ബാൻഡ് 6 റിസർച്ച് നേഴ്സായിട്ട് കയറാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ മാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പം ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ റൈറ്റ് ആയിരുന്നു. അപ്പം ഇതുപോലെ ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലെങ്കിൽ IELTS കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ പോസിബിൾ ആണ്, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റും, ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് അപ്പൊ ഒരു സമയം കിട്ടും, ഒരു 2 വർഷത്തെ സമയം അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് തീരുന്ന വരെയുള്ള ഒരു സമയമുണ്ട് നമുക്ക് IELTSന് വേണ്ടി ട്രൈ ചെയ്യാൻ. അപ്പം ഇതറിയാത്ത ഒത്തിരി പേര് നാട്ടിലുണ്ട്, ഒത്തിരി നഴ്സസ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കി അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും കരിയറിൽ ഒരു പ്രോഗ്രഷനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം എനിക്കിപ്പോൾ ഞാൻ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മാസ്റ്റേഴ്സ് ഒരു ആഡഡ് അസെറ്റ് തന്നെയാണ്. അതെന്നെ ഇത്രത്തോളം വളരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും അറിയാത്തവർക്ക്
ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം ഞാൻ കുറെ സംസാരിച്ചു എന്ന്. ഇത് വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഓരോ പ്രോസസ്സും എങ്ങനെയാണെന്നുള്ളത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ പറയാൻ ഞാൻ റെഡിയാണ്. എങ്ങനെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഏത് കോഴ്സ് ഞാൻ പറഞ്ഞു MSc പ്രൊഫഷണൽ നഴ്സിംഗ് ആണ് ഞാൻ പഠിച്ചത്. അതിൽ എന്ത് മോഡ്യൂൾസ് പഠിക്കാനുണ്ടായിരുന്നു, പഠിക്കാൻ എങ്ങനെയാണ് ബുദ്ധിമുട്ട്, നാട്ടിലെ പോലെയാണോ, നാട്ടിലെ പോലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല നമുക്ക്. അപ്പം എങ്ങനെയാണ് അതൊക്കെ ഞാൻ പറയാൻ റെഡിയാണ്. പക്ഷെ ഇൻ ഷോർട്ട് എനിക്ക് പറയാനൊരു മെസ്സേജ് ഇതാണ്. ബുദ്ധിമുട്ട് നാട്ടിൽ IELTS ഒന്നും കിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവര് കീപ് ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ട്രൈ ചെയ്താൽ കിട്ടും. ഇപ്പോൾ OETയും IELTS ഒക്കെ സ്കോറൊക്കെ കുറച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത് എഴുതിയ പോലുള്ള ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു 7 സ്കോർ ഒന്നും ഇപ്പൊ ആവശ്യമില്ല. പിന്നെ OET കുറച്ചുകൂടി എനിക്കറിയില്ല OET എങ്ങനെയാണെന്ന്. അപ്പം അതൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്താൽ അത് കിട്ടും. ഇനി അതൊന്നും കിട്ടില്ല എന്ന് വെച്ചാൽ ഡിപ്രസ്ഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കാം. ഒരുപാട് പൈസ കയ്യിൽ വേണമെന്നൊന്നുമില്ല ഇത് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്കൊരു മാസ്റ്റേഴ്സും കിട്ടും, കൂട്ടത്തിൽ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷനും കഴിയും, ഇവിടെ നഴ്സായിട്ട് ജോലിയും ചെയ്യാം. നമ്മുടെ ഫാമിലിനെയും ഇപ്പം ഫാമിലി മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫാമിലിനെയും സ്റ്റുഡന്റ് പീരീഡിൽ തന്നെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയും ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാമിലി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരെയും കൊണ്ടുവരാൻ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. NHS വന്നാലും അത് നടക്കും. പിന്നെ എല്ലാ സപ്പോർട്ടും NHS ഹോസ്പിറ്റൽസും ചെയ്യും നമ്മൾ വൺസ് നഴ്സ് ആയി കഴിഞ്ഞാൽ. അപ്പം ഇത്രയും ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ചാനൽ എപ്പോഴും ലൈവായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാം. ഇനിയും ഒത്തിരി ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. UK ഉള്ള കാര്യങ്ങളെ പറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനിയും എന്റെ സംസാരം കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ UK പറ്റി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എനിക്കറിയാം ഇപ്പം ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്തൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് കാണാൻ നോട്ടിഫിക്കേഷൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായി കമന്റ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ ഒരുപാട് തന്നെ മിസ്റ്റേക്സ് ഉണ്ടാകും. അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പൊ അതിനൊക്കെയുള്ള സജഷൻസ് നിങ്ങൾ പറയാം, കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, നഴ്സിംഗ് ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.